പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട്, അപ്പോൾ ഇന്ന് ഏതായാലും നല്ലൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വേറൊന്നുമല്ല, നമ്മൾ എല്ലാവരും കൂടി ഒരു കൊച്ചു യാത്രയിലാണ്. അപ്പോൾ യാത്രയിൽ ഇന്ന് ഒരതിഥിയും കൂടി ഉണ്ട്. വേറെ ആരുമല്ല കേട്ടോ, അമ്മ. അപ്പോൾ ഇതുവരെ ഞാൻ എൻ്റെ വീഡിയോയിൽ ഇവിടെ പോകുമ്പോഴും അമ്മേനെ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ. അപ്പോൾ അമ്മക്ക് അങ്ങനെ കൂടുതൽ യാത്ര ചെയ്യാനൊന്നും പറ്റൂല. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മളെ വീഡിയോസിലൊന്നും യാത്രകളിലൊന്നും അമ്മയില്ലാത്ത. അപ്പോൾ ഇത്തവണ നമ്മൾ പോകുന്നത് വേറെ എവിടേക്കുമല്ല, ആലക്കോട്, അതായത് ഏട്ടൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ ഏട്ടൻ്റെ വീട്ടിലേക്ക് കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ അമ്മ നിൽക്കാൻ പോകുന്നത്. അപ്പോൾ പുതിയ വീടെടുത്തതിന് ശേഷം ഒന്ന് പോവാനോ കാണാനോ ഒന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഏതായാലും ഇപ്രാവശ്യം എന്ത് വന്നാലും ശരി ഒന്ന് പോയി കുറച്ച് ദിവസം നിന്നിട്ട് വരാമെന്നുള്ളൊരു പ്ലാനിങ്ങിൽ നമ്മളെല്ലാവരും കൂടി രണ്ടും കൽപ്പിച്ചങ്ങ് ഇറങ്ങി. അപ്പോൾ ആലക്കോടൻ യാത്രയിലും അതിനിടയിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു കൊച്ചു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പം പതിവ് പോലെ നമ്മൾ നമ്മുടെ സ്ഥിരം സ്ഥലം മറക്കാൻ പാടില്ലല്ലോ. രാവിലെ തന്നെ ആയതുകൊണ്ട് ഏട്ടൻ നേരെ വണ്ടി വെച്ച് പിടിച്ചത് വേറെ എവിടേക്കുമല്ല, മക്രേരി അമ്പലത്തിലേക്കാണ്. അവിടെ പോവാത്തൊരു പരിപാടിയില്ല. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നമ്മുടെ ഹനുമാൻ്റെ അമ്പലത്തിൽ പോയി തൊഴുത്. അപ്പം നമ്മൾ ഞാനും അമ്മയും മക്കളും ഇറങ്ങിയിട്ടില്ല. ഏട്ടൻ പറഞ്ഞു, നിങ്ങൾ പോയി തൊഴാൻ നിന്ന് കഴിഞ്ഞാൽ കുറേ ലേറ്റാവും, അതുകൊണ്ട് ഞാൻ പോയി വേഗം പ്രാർത്ഥിച്ച് പ്രസാദം വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്യാം. ആ സമയത്ത് ഞാൻ എടുത്ത വീഡിയോസാണ് കേട്ടോ ഇത്. അപ്പോൾ അമ്പലം ഒരുപാട് മാറി, കുറേ പുതിയ പുതിയ ബിൽഡിങ്സും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാൾ വേഗം പോയി പ്രാർത്ഥിച്ച് പ്രസാദവും വാങ്ങിയിട്ട് എത്തിപ്പോയി. അപ്പോൾ ആ ചന്ദനം നമ്മൾ തൊട്ടു. പിന്നെ നമ്മുടെ കാറിൻ്റെ മുമ്പിലും ബാക്കിലൊക്കെയായി തൊട്ട്. ഇനിയിപ്പോൾ ഇതാ അടുത്തൊരമ്പലം, ഇത് വേറെ എവിടെയല്ല, നമ്മുടെ വൈദ്യനാഥ ക്ഷേത്രം, നമ്മുടെ തളിപ്പറമ്പ്. അപ്പോൾ അവിടെ നമ്മൾ പോകാൻ പ്ലാൻ ഇട്ടതല്ല, പക്ഷേ നമ്മുടെ യാത്രയിൽ നമുക്ക് വേറെ കുറച്ച് ആൾക്കാരും കൂടിയുണ്ട്. അനിയത്തിയും മക്കളും ഒക്കെ ഉണ്ട്. അപ്പോൾ ആൻറ്റിയും മക്കളും എല്ലാവരും അമ്പലത്തിൽ വരുന്നതെന്ന് നമ്മളോട് പറഞ്ഞു. അപ്പം നമ്മളേതായാലും തളിപ്പറമ്പ് വഴി പോകുന്നത് കൊണ്ട് തന്നെ ഏതായാലും അവിടെയും കയറാമെന്ന് വിചാരിച്ച് വൈദ്യനാഥ ക്ഷേത്രത്തിലും കൂടി കയറി തൊഴുത്. അപ്പം അവിടുത്തെ കോളാണ് കേട്ടോ ഇത്. ഇത്ര വന്നിട്ട് തൊടട്ട് ഇത്ര വരെ വന്നിട്ട് എൻ്റെ അമ്മ. അപ്പോൾ ക്ഷേത്രത്തിലും കൂടി തൊഴുത് നമ്മൾ ഏട്ടൻ്റെ വീട്ടിലേക്ക് എത്തി. അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ലൈവായിട്ട് കാണാം. അപ്പോൾ അത് നമ്മൾ ബാക്ക് വോയിസ് കൊടുക്കാതെ തന്നെ കാണാൻ തോന്നുന്നല്ലേ. അപ്പം നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാമല്ലോ. അപ്പോൾ അവിടത്തേക്ക് റോഡ് വീടിൻ്റെ ഫ്രണ്ട് വരെ ഉണ്ട്, പക്ഷെ ടാറിടാത്തതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ വേറെ ഒരു കാറും കൂടി ഉള്ളതുകൊണ്ട് നമ്മളും ഏകദേശം കുറച്ച് പിറകിലോട്ടാണ് കാറ് വെച്ചത്. അപ്പോൾ ഇത് അമ്മ മാസ്കെല്ലാം ഇട്ട് നല്ല സെറ്റായിട്ടാണ് വന്നത്, അതുകൊണ്ട് വേറെ ഒരു കുഴപ്പമില്ലാണ്ട് അങ്ങ് എത്തി. അതന്നെ വലിയൊരു അനുഗ്രഹം എന്ന് പറയാം. അപ്പോൾ അമ്മ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്തൊന്നും വരാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമുക്ക് കാണാനും പറ്റിയിട്ടില്ല വീട്. അതുകൊണ്ട് മൂപ്പർക്ക് ഒരു ആകാംക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി പോയി അവിടെ കയറി കഴിഞ്ഞാൽ ഒരു സമാധാനമായി. ഇറങ്ങുമ്പോൾ നോക്കണേ. അമ്മ തേങ്ങ അമ്മ ഇതാ, അമ്മ അങ്ങ് കയറിയില്ലേ? ഇതാ 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 ഇവിടെ ഇതാ ഇതാ പൊന്നു കൊടുത്തു. പൊന്നു ഒരു ഹായ് മോളെ.
നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെ. ആ ഞാനിപ്പോ കൊറേ ആയി വീഡിയോ ഇടാത്ത. ഇത് വീഡിയോ ആക്കി നോക്കടാ, ഒരു ഹായ് ആക്കിക്കോ. മൂപ്പർക്ക് അറിയോ അനക്കിതുള്ളത് അറിയോ? കുമാരിയമ്മേ ഹായ്. േട്ടാ ഹായ്. ഒരു ഹായ് ആക്ക മനുഷ്യ. ചാനലിൽ കൂടി ഫേമസ് ആവട്ടെ. അമ്മ വന്ന പാടും കിടന്നു കേട്ടോ. ചെറിയൊരു ക്ഷീണമുണ്ട്, അതുകൊണ്ട് വേഗം തന്നെ കിടന്ന് മൂപ്പറിന് കുറച്ച്. അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ച് നമ്മളെല്ലാവരും കൂടി മൂന്നാമത്തെ അമ്പലത്തിലേക്കാണ് കേട്ടോ പോകുന്നത്. വേറെ എവിടെയല്ല, നമ്മുടെ അരങ്ങം ശിവക്ഷേത്രം, ആലക്കോട് നല്ല ഫേമസ് ആയിട്ടുള്ള ടെമ്പിളാണ്. അപ്പോൾ ശിവക്ഷേത്രം ആയതുകൊണ്ട് തന്നെ ഞാനും മുമ്പിൽ ഇറങ്ങി. കാരണം ഞാനൊരു ശിവഭക്തിയാണ്. എവിടെ ശിവക്ഷേത്രം കണ്ടാലും ഞാനത് സ്കിപ്പ് ചെയ്യാണ്ട് പോവും. അപ്പം നമ്മളെല്ലാവരും വന്നു കേട്ടോ, അമ്മ മാത്രമില്ല. അമ്മക്ക് കുറച്ച് ക്ഷീണം ഉള്ളതുകൊണ്ട് അമ്മ കിടന്നു. അമ്മയും അടുത്തമ്മയും അവിടെ തന്നെയുണ്ട്. അപ്പോൾ ഏടത്തിനെ ഞാനൊന്നും കൂടി പരിചയപ്പെടുത്താം. ഏടത്തിനെ ആർക്കും അറിയില്ല, ആരും കണ്ടിട്ടുമില്ല. കാരണം അങ്ങനെ വീഡിയോസിനൊന്നും വരാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. അപ്പോൾ ദൂരെ ആയതുകൊണ്ട് തന്നെ ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഏച്ചി എല്ലാവർക്കും പരിചയമുണ്ടാവും. അപ്പോൾ ഏടത്തിനെ ഞാൻ വേഗം തന്നെ പരിചയപ്പെടുത്തി തരാം. അപ്പം നമ്മൾ നേരെ അമ്പലത്തിലാട്ടോ. അമ്പലത്തിൽ ഉത്സവം നടക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ചന്തയും കാര്യങ്ങളെല്ലാം ഉണ്ട്. കാണുമ്പം തന്നെ കണ്ണ് തള്ളി. ചട്ടി ഏച്ചി, ചട്ടി ഇതെല്ലാം നമ്മളെ കൊയ്യണ്ടേ, കൊറേ ഉണ്ടല്ലോ, ഇഷ്ടം പോലെ. അങ്ങോട്ട് കേറി അതെ. ഓ ഇന്നലെ ആന വരേണ്ടത് തന്നെയാ വീഡിയോ കാണില്ല, അതാ ഇവൻ അങ്ങനെ പറഞ്ഞേ. നല്ല പൊരിയുന്ന വെയിലാട്ടോ. അപ്പോൾ കുറേ ചന്തയുണ്ട്. അപ്പം ചന്ത എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ സാധനങ്ങൾ വാങ്ങാനുള്ള ചന്തകളുണ്ട്. അപ്പം വരുമ്പോൾ ഏതായാലും ഡീറ്റെയിൽ ആയിട്ട് നോക്കി കയറി വാങ്ങാമെന്ന് വിചാരിച്ച് നമ്മൾ വേഗം അമ്പലത്തിൽ തൊഴാൻ കയറി. 12 മണി വരെ മാത്രമേ ദർശനമുള്ളൂ. അതുകൊണ്ട് തന്നെ വേഗം തന്നെ നമ്മൾ അമ്പലത്തിലേക്ക് പോയിട്ട് ഒന്ന് പ്രാർത്ഥിച്ചു. അപ്പം നട തുറന്ന സമയമാണ്. കുടിച്ചിനാ വെള്ളം പിന്നെന്താ അങ്ങനെ തേച്ചു നമുക്ക് ഇതൊക്കെ. നമുക്ക് നടക്കാത്ത അപ്പം മക്കളെല്ലാം വെയിലത്ത് നടന്ന് പൊരിഞ്ഞ് തളർന്ന് നല്ല ദാഹം ഉണ്ടായിന്. അപ്പോൾ എന്ത് ചെയ്തു, അപ്പം അതിൻ്റെ അടുത്ത് തന്നെ ഒരു സ്ത്രീ നമ്മുടെ കരിമ്പിൻ ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നമ്മൾ അതെല്ലാം കുടിച്ച് വേണ്ട എല്ലാം റോഡ് സൈഡിൽ തന്നെ ഇരുന്ന് ശരിക്കും നടന്ന് തളർന്നു പോയി. അങ്ങനെ ഒരുപാട് നടക്കാനില്ല, പക്ഷെ ഒരുപാട് ചന്തയും സാധനങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ ചുറ്റിക്കറങ്ങി വന്നതുകൊണ്ടും കുറേ നടന്നു. അപ്പോൾ ആകെ തളർന്നു പോയി മക്കള്.
അപ്പോൾ നമ്മളങ്ങനെ വീട്ടിലെത്തി. അപ്പോൾ ഇതാണ് ഒരേ ഒരു ഏട്ടത്തി അമ്മ. അപ്പോൾ ഏട്ടത്തിൻ്റെ പേര് ബിന്ദു എന്നാണ്. അപ്പോൾ ഏട്ടനാണ് കേട്ടോ നിൽക്കുന്ന ബനിയൻ. അപ്പോൾ ഇനി ഫുഡ് കഴിക്കാനുള്ള വട്ടത്തിലാണ്. അപ്പോൾ ഏട്ടത്തി നമ്മളെത്തുമ്പോഴത്തേക്ക് ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും വേണ്ടുന്നത്. അപ്പോൾ ഇനി നേരെ ഫുഡ് കഴിക്കാനുള്ള ധൃതിയായി. മക്കൾക്കെല്ലാം വിശന്ന് തുടങ്ങി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഫുഡ് കഴിക്കാൻ കുട്ടികളെല്ലാം ആദ്യം ഇരുന്നു. അവർക്ക് ആദ്യം സമാധാനത്തിൽ കൊടുത്തിട്ട് നമുക്ക് സമാധാനത്തിൽ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് കുട്ടികളെല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഉണ്ടാക്കിയത് നെയ്ച്ചോറും അതുപോലെ തന്നെ ചിക്കൻ കറിയല്ല. ചിക്കൻ കറിക്ക് വേറെ അവിടെ മെയിനായിട്ട് നല്ല അടിപൊളി പന്നിയിറച്ചി കിട്ടും. അപ്പോൾ അവിടെ സ്പെഷ്യലായിട്ട് അവർ പന്നിയിറച്ചി കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ കുട്ടികൾക്കെല്ലാം ഇഷ്ടമാണ്, പക്ഷെ ഞാൻ കഴിക്കാറില്ല. അപ്പോൾ നല്ല അടിപൊളി കറിയാണ്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല, കാരണം എനിക്ക് എന്തോ അറിയില്ല, ഞാൻ ചിക്കൻ തന്നെ കഴിക്കുന്നത് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിന്ദുവേച്ചി ഹായ് ആക്ക്. ഞാൻ വ്ളോഗ് എടുക്കുന്നത് ബാക്കി ഓൺ വോയിസ് എല്ലാം ഞാൻ കൊടുത്തോളൂ. എടുത്തമ്മയാന്ന് മാത്രം കണ്ടിട്ടില്ല ഫാമിലിൻ്റെ അകത്ത്. ബാക്കി ഏച്ചിനെല്ലാം കാണുന്നതല്ലേ എപ്പോഴും, എടുത്തിന് അങ്ങനെ കാണുന്നില്ലല്ലോ. അപ്പോൾ ആൾക്ക് കുറച്ച് ചെറിയ നാളെല്ലാം ഉണ്ട് ക്യാമറയിൽ ഫ്രണ്ടിൽ വരാനല്ല. അപ്പോൾ അങ്ങനെ വീഡിയോസിലൊന്നും അങ്ങനെ കാണാത്തതുകൊണ്ട് തന്നെ ചെറിയൊരു ചമ്മലുണ്ട്. അപ്പോൾ അതായിരിക്കായാലും ഉണ്ടാവും. അപ്പോൾ പിന്നെ ലാസ്റ്റ് ട്രിപ്പ് ഏടത്തിയും ഏട്ടനും പിന്നെ ചേച്ചിയും അമ്മയും എല്ലാവരും എത്തിയിട്ട് കഴിക്കാനായിരുന്നു. നമ്മൾ പിള്ളമാരെല്ലാം കുട്ടികൾ കഴിച്ചതിന് ശേഷം നമ്മളും കഴിച്ചു. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിച്ച് ഞാൻ നേരെ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ കുറേ കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പടവലങ്ങയുണ്ട്, നമ്മുടെ നരമ്പൻ അതായത് താലോലിക്ക, അതുപോലെ പയർ കൃഷി, ക്യാബേജ്, അങ്ങനെ ഒരുപാട് കൃഷികൾ ഇവിടെ ഏട്ടത്തി നട്ടതാണെന്ന് തോന്നുന്നു. വീടിൻ്റെ ഫ്രണ്ടിലാട്ടോ ഞാനുള്ളത്. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കുന്ന തിരക്കിലാണ്. ഏട്ടനെ ഇവിടെ ചെടിയെല്ലാം വെച്ചിട്ടുണ്ട്. ഇപ്പം എല്ലാവരും ഫുഡെല്ലാം കഴിച്ച് റെസ്റ്റ് എടുക്കുന്ന സമയം. അപ്പം ഞാനിപ്പോൾ പുറത്ത് വന്ന് ഇവിടെ കുറേ കൃഷിയെല്ലാം ഉണ്ട് കേട്ടോ. നമ്മുടെ പയർ കൃഷിയും പടവലങ്ങ കൃഷിയെല്ലാം അടുത്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് കാണാലോ എന്ന് വിചാരിച്ചിട്ട് പുറത്തിറങ്ങിയിട്ടുള്ളത്. പിന്നെ ചുറ്റും റബ്ബറാ. അതെയാ, കൊറേ ദൂരമുണ്ട്. നടന്നിട്ട് പോകാൻ പറ്റിയ സ്ഥലം ഏതാ പൊന്നു? കാട് കാണാൻ ഇത് നടന്നാ മതിയല്ലേ, കാടല്ലേ കാണേണ്ടത്. ആ അപ്പം നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ചെറിയൊരു കറക്കമൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ അധികം ലേറ്റ് ആക്കാൻ നിന്നില്ല. അമ്മേനെ ഏട്ടൻ്റെ അടുത്ത് വിട്ടു. അപ്പോൾ കുറച്ച് ദിവസം ഇനി അമ്മ അവിടെയായിരിക്കും. അപ്പം നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ ആൻറ്റിയും മക്കളും അവർ വേറെ സെപ്പറേറ്റ് കാറിലാണ് വന്നത്. അപ്പോൾ അവർ വേറെ കാറ് നമ്മുടെ പുറകിലുണ്ട്. അപ്പം നമ്മളും കൂടി വേഗം വന്നു. പിന്നെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ തളിപ്പറമ്പ് എത്തിക്കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ വേറെ വഴി പിരിഞ്ഞു. അതുപോലെ ആൻറ്റിയും മക്കളും അവർ സെപ്പറേറ്റ് വേറെ. അപ്പോൾ ആൻറ്റി വീട്ടിലുണ്ട് കേട്ടോ, അമ്മക്ക് കൂട്ടായിട്ട് ഏട്ടൻ്റെ വീട്ടിൽ നിൽക്കുന്നുണ്ട്. അപ്പം നമ്മൾ നേരെ വൈകുന്നേരം ചെറിയൊരു ചായയൊക്കെ കുടിച്ച് നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഈ ഒരു യാത്ര ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനിയും പുതിയ വീഡിയോസും നമ്മുടെ കുടുംബവിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ പിന്നെ പറ്റുമെങ്കിൽ നമ്മുടെ ആലക്കോട് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ടൂറിസ്റ്റ് സ്പോട്ടൊക്കെയുള്ള സ്ഥലമാണ്. അപ്പോൾ എല്ലാവരും പറ്റുമെങ്കിൽ വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക്